നമസ്കാരം. ഓസ്ട്രിയയുടെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദിനമായിരുന്നു ഇന്നലെ ഗ്രാസിലെ സ്കൂളിൽ നടന്ന കൂട്ടക്കൊല. ഓസ്ട്രിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ഗ്രാസ്. ഇവിടെയുള്ള ഒരു സ്കൂളിലാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി 2 തോക്കുകളുമായി എത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാം ആക്രമിച്ചത്. ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഇയാൾ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇയാൾ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നുള്ളത്. ഇയാളുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം ഇയാൾ ഒരു വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമാണ് ആക്രമണം നടത്താനെത്തിയത്. തുടർന്ന് ഇയാൾ സ്വയം വെടിവെച്ച് ജീവനൊടുക്കുകയും ചെയ്തിരുന്നു. കൊലയാളിയുടെ പേര് ആദർ എ എന്നാണ്. ഇയാൾ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് താൻ ഈ സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മറ്റു വിദ്യാർത്ഥികളാൽ അപമാനിക്കപ്പെട്ടിരുന്നു എന്നാണ്. എന്നാൽ ഏത് തരത്തിലാണ് അപമാനിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഇയാൾ വ്യക്തമാക്കിയിട്ടുമില്ല. 2 തോക്കുകളാണ് ഇയാൾ കൈവശം വെച്ചിരുന്നത്. ഒരു പിസ്റ്റളും ഒരു ചെറിയ തോക്കുമാണ് ഉണ്ടായിരുന്നത്. ഈ 2 തോക്കുകൾക്കും ഇയാളുടെ പേരിൽ ലൈസൻസ് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്കൂളിലേക്ക് എത്തി ഇയാൾ തലങ്ങും വിലങ്ങും വെടിവെക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ സ്കൂളിലെ തന്നെ ചില വിദ്യാർത്ഥികൾ ഇത് മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. വെടിവെപ്പിൻ്റെയും നിലവിളിയുടെയൊക്കെ തന്നെ ശബ്ദം ഈ വീഡിയോയിൽ നിന്ന് കേൾക്കാൻ കഴിയും. കൊലയാളി ഉൾപ്പെടെ മൊത്തം 10 പേരാണ് മരിച്ചത്. 9 പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. 28ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സംഭവം അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ സ്കൂളിലേക്ക് രക്ഷകർത്താക്കളുടെ വലിയ സംഘമാണ് ഓടിക്കിതച്ച് എത്തിയത്. പോലീസ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. 2 എയർ ആംബുലൻസുകളും നിരവധി ആംബുലൻസുകളും ഡോക്ടർമാരുടെ സംഘമെല്ലാം സ്കൂളിലേക്ക് പാഞ്ഞെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കൊലയാളി ആദറിൻ്റെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എല്ലാം തന്നെ ഇതിൻ്റെ ഡാറ്റ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇയാൾ ഈ പറയുന്ന കാരണം കൊണ്ട് തന്നെയാണോ സ്കൂളിൽ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. ഓസ്ട്രിയൻ ചാൻസലർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ലോക നേതാക്കൾ ഒക്കെ തന്നെ ഈ സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. പലപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ ഈയിടെയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ്. അമേരിക്കയിലൊക്കെ തന്നെ പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾ നേരിട്ട് അവിടെ എത്തി സഹപാഠികളെ മുഴുവൻ വെടിവെച്ച് കൊന്ന സംഭവം ഈയിടെ പല തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഓസ്ട്രിയ പൊതുവെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയുള്ള രാജ്യമാണ്. അവിടെ ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ നേരത്തെ ഉണ്ടാകാറുമില്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത്. സ്കൂളിൽ വെടിവെപ്പ് നടക്കുമ്പോൾ പല വിദ്യാർത്ഥികളും രക്ഷപ്പെട്ടത് അവർ മരിച്ചതായി അഭിനയിച്ചിട്ടാണ്. ഇയാൾ തോക്കുമായി അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് മരിച്ചതായി അഭിനയിച്ചവർ നിലത്ത് കിടന്നിരുന്നു പലരും. അതുകൊണ്ട് അവരെ ഇയാൾ ഒഴിവാക്കുകയായിരുന്നു. മാത്രമല്ല ചില കുട്ടികളാകട്ടെ സ്കൂളിലെ ചില ഭാഗങ്ങളിലേക്ക് ഒളിച്ചിരുന്നു. അധ്യാപകരാകട്ടെ പരമാവധി കുട്ടികളെ ഒരുമിച്ച് കൂട്ടി സ്കൂളിലെ ഒരു ഹാളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഏതായാലും കൊലയാളിയായ ഈ ആദറിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ പൊതുചടങ്ങുകളോ മറ്റോ ഒന്നും തന്നെ നടക്കുന്നതല്ല എന്നാണ് ഓസ്ട്രിയൻ സർക്കാർ അറിയിച്ചിട്ടുള്ളത്.